എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഷാജി തന്നെയാണ്. കാരണം ഷാജിയെ കുറിച്ചിട്ട് ചില ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമായിട്ട് ഷെരീഫ് എന്ന് പറയുന്ന നമ്മുടെ ഷാജിയുടെ അയൽവാസിയും ബന്ധു കൂടിയായിട്ടുള്ള ഒരു യുവാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഫാമിലി തമ്മിൽ ചെറിയ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. ഫാമിലി എന്ന് പറയുമ്പോൾ ഷാജിദയും ഈ പുള്ളിക്കാരനും തമ്മിൽ നല്ല പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. അത് കേസിന്റെ വഴിവക്കോളം എത്തുന്ന ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിൽ എന്തോ ആദ്യം ക്യാഷിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എടുത്തു, വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയി. ഒടുവിൽ ഷാജിദ ഈ പുള്ളിക്കാരന്റെ ഷെരീഫിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ തെറി വിളിക്കുകയും അയാളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യയും ഉൾപ്പെടെ വൃത്തികേട് പറയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഷെരീഫ് അതിന്റെ പേരിൽ ഷാജിദയ്ക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പുള്ളിക്കാരനും ഷാജിദയും തമ്മിൽ നല്ല കടുത്ത വിരോധത്തിലായിരുന്നു. അങ്ങനെ ഈ ഷെരീഫിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ചാനലിൽ വന്നിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് ഷാജിദയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ റിയാക്ഷൻ എന്നോണം ഷാജിദ വന്നിട്ട് ഷാജിദയുടെ ചാനലിൽ ലൈവായിട്ട് വരുമായിരുന്നു. ആ ലൈവിൽ പൊതിരെ പൂഴുത്ത ചീത്തകളായിരുന്നു ഷാജിദ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഷാജിദയ്ക്ക് ഒത്തിരി ആരാധകരുണ്ടായിരുന്നു. ഷാജിദയ്ക്ക് വ്യൂസുകളൊക്കെ വന്നു മറിയുമായിരുന്നു, ലക്ഷക്കണക്കിന്. പിന്നീട് ഷാജിദ ഒന്ന് ഒച്ചൊതുങ്ങുന്നത് പോലെ ഒന്ന് ഒതുങ്ങി. എനിക്ക് തോന്നുന്നു ഓരോ വ്യക്തിയുടെയും ലൈഫിൽ ഉണ്ടാവുന്ന ഉയർച്ചകളും താഴ്ചകളുമാണ് ആ വ്യക്തിയെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലും അതുപോലെ തന്നെ അധപ്പതനത്തിന്റെ താഴ്വരയിലും കൊണ്ടെത്തിക്കുന്നത്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഈ പുള്ളിക്കാരത്തിക്ക് ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ യൂട്യൂബ് വരുമാനം ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു സമയത്ത് പണം സമ്പാദിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവർ വെളുത്തിട്ട് പാറുന്ന ക്രീമിൻ്റെ ആ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. ഓൺലൈനായിട്ട് ഈ ക്രീം എത്തിച്ചു കൊടുക്കുക, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് തുടങ്ങി. പിന്നീട് ഫാൻസി കമ്മൽ ഐറ്റം, മാല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതിൻ്റെ ബിസിനസ് തുടങ്ങി പുള്ളിക്കാരത്തി. അത് ഓൺലൈനായിട്ടൊക്കെ എത്തിച്ചു കൊടുക്കും. പിന്നീട് അതുപോലെ തന്നെ വസ്ത്ര വ്യാപാരത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് പുള്ളിക്കാരത്തി അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ആ സ്ഥാപനത്തിൻ്റെതെല്ലാം നോക്കി സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടു. പിന്നീട് അത് നടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനു മുമ്പായിട്ട് ഈ പുള്ളിക്കാരത്തി വൈറലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഈ 5 കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ ഒരുപാട് സുമനസ്സുകൾ ഈ പുള്ളിക്കാരത്തിയെ സഹായിക്കുകയും ഈ പുള്ളിക്കാരത്തിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പുള്ളിക്കാരത്തി സമൂഹത്തിൽ ഉയർന്നു വന്നത്. പിന്നീട് ഇവർക്ക് തന്നെ തോന്നി ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഈ പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ സ്വയം ഉരുത്തിരിഞ്ഞു വന്നു. പിന്നെ അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് നല്ല അഹങ്കാരവും കാര്യങ്ങളും ഒക്കെ ആയി. ലൈവുകളിൽ വന്നിട്ട് പൂര തെറി വിളിക്കാൻ തുടങ്ങി. പിന്നീടെന്ന് പറഞ്ഞാൽ സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് പോലും മറ്റുള്ളവരെ തല്ലിക്കും കൊല്ലിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ വന്നു. അങ്ങനെ പിന്നീട് പലരും ഈ പുള്ളിക്കാരത്തിക്കെതിരെ കേസിന് കൊടുക്കുകയും കേസുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. അക്കൂട്ടത്തിലുള്ള ആളുകളിൽ ചിലരാണ് നമ്മുടെ ഇസ്മി ഖൈസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ. കാരണം പുള്ളിക്കാരൻ്റെ വൈഫിനെ ചേർത്തിട്ട് വെറും വൃത്തികെട്ട രീതിയിൽ ഷാജിദ വീഡിയോയിൽ വന്നിട്ട് പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഖൈസ് ഈ പുള്ളിക്കാരത്തിക്കെതിരെ കേസ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഷെരീഫിൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ചേർത്ത് വൃത്തികേട് പറഞ്ഞത് കാരണം പുള്ളിക്കാരൻ കേസ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഷെഫീന ബീബി കേസ് കൊടുത്തതിന് പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി വെളുപ്പാങ്കാലത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വന്തം മകനെ കൊണ്ട് ഫോൺ വിളിച്ച്, അതും 10-14 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയൊരു കുഞ്ഞിനെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ട് അമ്മൂമ്മയാവാൻ പ്രായമുള്ള ഷെഫീന ബീബിയുടെ മുഖത്ത് നോക്കി പച്ച തെറികൾ വിളിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ തള്ളയുടെ പേരിൽ കൂടി ചേർത്തിട്ട് ഷെഫീന ബീബി കേസ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളെയും സമൂഹത്തിൽ വെറുപ്പിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ഷാജി. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് പുള്ളിക്കാരത്തി കുക്കിംഗ് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ രീതി കുക്കിംഗ് വീഡിയോകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവരുടെ ചാനലിൽ റീച്ച് കുറവാണ്. എനിക്കൊന്ന് തെറിയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആളുകൾ അത് കേൾക്കാനുള്ള ക്യൂരിയോസിറ്റിയോടുകൂടി വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം തെറിയൊക്കെ വിളിച്ച് ഇടുന്ന വീഡിയോകൾക്ക് നല്ല വ്യൂ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി ഒരു പൊടിക്ക് ഒതുങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഷെരീഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഷാജിദയുടെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഷെരീഫ് പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഷാജി ഈ അവരുടെ ഭർത്താവായിട്ടുള്ള കബീറിൻ്റെ മരണത്തിന് ഉത്തരവാദിയാണെന്നും
ആ പുള്ളിക്കാരന് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്നും കുടുംബവുമായിട്ട് ജീവിക്കണമെന്നും ഒക്കെ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അയാൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടും അയാളെ ജീവിക്കാൻ വിട്ടില്ല എന്നൊക്കെ പറയുന്ന ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഷെരീഫ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കേട്ടിട്ട് വരാം. ആ മരിച്ച മനുഷ്യന് കുടുംബം ഉണ്ടായിരുന്നു, അയാൾക്കുള്ള മക്കളോട് ഒത്ത് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവള് വിട്ടില്ല. കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഇവളെ ആ ചങ്ങാനെ ജീവിക്കാൻ ഈ ദുനിയാവിൽ വിട്ടില്ല. അതുകൊണ്ട് അവൻ കയറെടുത്തു. ഓനിക്ക് പോയി എന്നല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇല്ല. പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവ് നടത്തിയും കൊണ്ട് നടക്കുകയായിരുന്നു. അതിനിടക്കാണ് ഇവളുടെ അമ്മ വന്നിട്ട് ഈ വിഷയം പറഞ്ഞത്. എന്റെ മരുവൻ നല്ല മരുവനായിരുന്നു, ഇവളുടെ ഇങ്ങനത്തെ തമാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ എന്താ പറയാ അവൻ മരണപ്പെട്ടത്, അവൻ എനിക്കടക്കം ചെലവിന് തന്നിരുന്നു, അത്രയും നല്ലൊരു മോനായിരുന്നു അത്. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഉടുതുണില്ലാതെ ഉമ്മയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കേൾക്കണങ്ങൾ സ്വന്തം ഉമ്മയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലെ തെളിവുകൾ വരാണ്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഫേക്ക് ആയി പോകും. അപ്പൊ പിന്നെ എത്രയാണെങ്കിലും ഏതെങ്കിലും ഒറിജിനൽ കണ്ടറിയുന്ന ആളുകൾ തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ തെളിയിച്ചോട്ടെ, അവർക്ക് കോടതി പോകാം, കേസ് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോ 2-3 ആളുകൾ പുതിയത് വരുന്നുണ്ട്. ഈ പറ്റിക്കപ്പെട്ട ആളുകളിൽ ആ ആളുകൾ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടാണ് നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഓരോരുത്തരും ഇപ്പോഴാണ് കുടുങ്ങിയ ആളുകളൊക്കെ എന്നെ വിളിക്കുന്നത്. ഇത് മുത്താണ്, ഇത് കറലാണ്, അങ്ങനെ പോലത്തെ ഒരാളുണ്ടെങ്കിൽ ഞാൻ നിന്ന് തരും, എന്റെ മാനം പോയാലും വേണ്ടില്ല, ഇനി ഞാൻ എന്തായാലും ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസുകളും എനിക്ക് തന്നിട്ടുണ്ട്. പല മെസ്സേജ് ഉണ്ട്, ഡേറ്റ്, ടൈം, സ്ക്രീൻഷോട്ട്, വോയിസ് ഒക്കെ ഉണ്ട്. അപ്പോ തെളിയിക്കട്ടെ. അതേസമയം ഇപ്പോൾ ഷാജിയുടെ അഹങ്കാരത്തിന്റെ മുനയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എന്നെ ഇപ്പോൾ എന്താണ് എന്നെ പൊളിച്ചെടുക്കാനായിട്ട് ഇരിക്കുന്നവർ പൊളിച്ചെടുക്കുകയോ എന്തോ ചെയ്യട്ടെ, അവിടെ ഇരുന്ന് ഒരിടത്ത് മാറിയിരുന്ന് പൊളിച്ചടുക്കിക്കോട്ടെ, പക്ഷേ ഞാൻ ആരുടെയും പിന്നിലേക്ക് പോവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതായത് ആരുടെയും പിന്നാലെ പോവാനായിട്ട് ഷാജിദ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. വയ്യ മടുത്തു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. വയ്യ മടുത്തു, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇനി എനിക്ക് അതിൻ്റെ പിന്നാലെ ഒന്നും പോവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ക്യാരക്ടറുകളും കാശ് കയ്യിൽ വരുന്നതനുസരിച്ച് വ്യക്തികളുടെ ക്യാരക്ടറും മാറി മറിഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ തെറ്റുകൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോവാനായിട്ടൊരു വ്യക്തി തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒരുപാട് നേരിട്ട വ്യക്തി തന്നെയാണ് ഷാജി. അതിനുള്ള ഒരു പരിധിവരെ കാരണക്കാരി അവർ തന്നെയാണ്. അല്ലാണ്ട് മറ്റുള്ളവർക്കാർക്കും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളെ കോർണർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരായിട്ട് സമൂഹത്തിൽ ഓരോന്ന് ഇട്ട് തരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും അവർ സമാധാനത്തിൻ്റെ പാതയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ നന്നായിരിക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല മാർഗം പറഞ്ഞു കൊടുത്ത് നല്ലൊരു ഉമ്മച്ചിയായിട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. ബൈ.